കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. 2 DYSPമാർ ഉൾപ്പെട്ട 14-അംഗ സംഘത്തിന് കോഴിക്കോട് റൂറൽ SP മേൽനോട്ടം വഹിക്കും. അതിനിടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തി. കഴുത്തിലെയും നെഞ്ചിലെയും ആഴമേറിയ മുറിവാണ് മരണത്തിനു കാരണമായത്. അറസ്റ്റിലായ അഭിലാഷിനെ തെറ്റായ പ്രവണതകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിച്ച മൃതദേഹത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. കൊലപാതകത്തിന് കാരണം വ്യക്തിവൈരാഗ്യമാണെന്നാണ് പ്രതിയുടെ മൊഴി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. വെങ്ങളം മുതൽ കൊയിലാണ്ടി വരെ 6 പൊതുദർശനം. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, KK ശൈലജ MLA തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. ജന്മനാടായ പെരുവട്ടൂരിൽ 100 കണക്കിന് പേരാണ് സത്യനാഥിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മുതിർന്ന CPIM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. സത്യനാഥിന്റെ കൊലപാതകം അന്വേഷിക്കാൻ 14-അംഗ സംഘത്തെ പോലീസ് നിയോഗിച്ചു. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാരനാണ് മേൽനോട്ടം. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രതി അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ രാത്രിയാണ് ക്ഷേത്രോത്സവത്തിനിടെ ശരീരത്തിൽ 6ഓളം വെട്ടുകളേറ്റ് PV സത്യനാഥ് കൊല്ലപ്പെട്ടത്. 24 കോഴിക്കോട്.